ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ തിഹാർ ജയിലിലേക്ക് മടങ്ങും. ഇടക്കാല ജാമ്യം അവസാനിച്ച സാഹചര്യത്തിലാണ് മടക്കം. മദ്യനയ അഴിമതി കേസിൽ ജൂൺ 5-ന് ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, കേജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേജ്രിവാളും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും എന്ത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാകും നടത്തുക എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയ ഇടക്കാല ജാമ്യം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ നാളെ തീഹാർ ജയിലിലേക്ക് മടങ്ങുന്നത്. ഈ ജാമ്യം നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഈ ഹർജി പരിഗണിക്കുന്നത് കോടതി ജൂൺ 5-ലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് നാളെ തന്നെ തീഹാർ ജയിലിലേക്ക് മടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രചരണങ്ങൾക്കും അതോടൊപ്പം തന്നെ വോട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. ഇതിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു ശക്തിയായി ഇത് മാറി എന്നത് സംബന്ധിച്ച് തർക്കമില്ല. കാരണം പഞ്ചാബിലും ഡൽഹിയിലും ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സ്വാധീനത്തിലേക്ക് ആം ആദ്മി പാർട്ടി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം കൂടി അനുവദിക്കപ്പെടുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലും അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിലും പാർട്ടിയുടെ ഏകോപിതമായ പ്രവർത്തനത്തിലും ഇത് ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉള്ളത്. അതേസമയം ഡൽഹി കോടതിയിൽ ഈ ഇടക്കാല ജാമ്യ ഹർജി അവസാനിക്കുന്ന ഘട്ടത്തിൽ പുതിയ ജാമ്യ ഹർജി ഈ കേസിൽ മദ്യനയ അഴിമതി കേസിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിച്ചെങ്കിലും അത് ജൂൺ 4-ന് ശേഷം പരിഗണിക്കാമെന്ന തീരുമാനത്തിലേക്ക് കോടതി പോയപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി വീണ്ടും ഉടലെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുന്ന സാഹചര്യം അത് എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ കൂടി പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ പഞ്ചാബിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊരു അവകാശവാദം അവർ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ പഞ്ചാബിൽ ഉൾപ്പെടെ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആ ചർച്ചകൾക്കകത്തും ആം ആദ്മി പാർട്ടി നേതാവ് എന്ന നിലയിലും ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലും അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളും വാദപ്രതിവാദങ്ങളും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായി ഈ ജയിലിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അരവിന്ദ് കെജ്രിവാൾ പുറത്തുവിട്ട ഒരു വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമാക്കുന്നത് ഇതൊരു അനാവശ്യമായ വേട്ടയാണ് എന്നും ഇതിലും ശക്തമായി തിരിച്ചു വരുമെന്നുമുള്ള ഒരു സന്ദേശമാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകുന്നത്. ജനങ്ങളെ ഏറ്റവും മനോഹരമായി സേവിക്കുന്നതിന് തനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണം ഒരു അവകാശവാദം കൂടിയാണ് കെജ്രിവാൾ ഉയർത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ തിഹാർ ജയിലിലേക്ക് മടങ്ങുകയാണ്. ഇടക്കാല ജാമ്യം അവസാനിച്ച സാഹചര്യത്തിലാണ് മടക്കം. മദ്യനയ അഴിമതി കേസിൽ ജൂൺ 5-ന് കേജ്രിവാളിന്റെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ പങ്കുവച്ചത് ഗൗതമാണ്.